ആ സ്റ്റോറി സത്യമാണ്. ഫാദർ ജോഷി മയ്യാറ്റിൽ അച്ഛൻ ദി കേരള സ്റ്റോറിയെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. ദി കേരള സ്റ്റോറി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. മലയാളി ചെറുപ്പക്കാർക്ക് സംഭവിച്ച ദുരന്തം തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എണ്ണത്തിൽ പർവ്വതീകരിച്ച് പറഞ്ഞു എന്ന ദോഷമേയുള്ളൂ. ഇസ്ലാമിക ഭീകരതയെ തുറന്നു കാട്ടുന്ന നീക്കങ്ങളെയൊക്കെ തള്ളിപ്പറയുക അതിന് വളരാൻ കേരളത്തിൽ പരവതാനി വിരിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും പരസ്യപ്പണം കൈമാറ്റുന്ന മാധ്യമ രാജാക്കന്മാരുടെയും ആവശ്യം തന്നെയാണ്. എം അക്ബർ ഗുലാൻഡ്രായുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ ജോലിക്ക് പോയി ഇത്തരം കെണിയിൽപ്പെട്ട് വിദേശത്ത് ദുരന്തത്തിലെത്തിയ ഒരു ക്രൈസ്തവ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ വേദന നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളയാളാണ് ഞാൻ. സ്വന്തം യുവജനങ്ങളെ പ്രേമക്കെണിയെയും മതഭീകരതയെയും പറ്റി ബോധവൽക്കരിക്കുവാൻ ഇടുക്കി രൂപത നടത്തുന്ന ശ്രമങ്ങൾക്ക് തന്റെ സമ്പൂർണ്ണ പിന്തുണ. മറ്റു രൂപതകളും ഇത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തികച്ചും ഭീകരവാദത്തിനെതിരായ സിനിമയാണ്. ഇതിലേറെ സ്നേഹത്തെയും ആത്മാർത്ഥതയും ചൂഷണം ചെയ്ത് യഥാർത്ഥ പ്രണയത്തെ വ്യഭിചരിച്ച് ചതിയിൽപ്പെടുത്തി ഭീകര ക്യാമ്പിൽ എത്തപ്പെട്ട പെൺകുട്ടികളെ കുറിച്ചുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബോധവൽക്കരണമാണ്, വികാരമല്ല വിവേകമാണ് ഉണ്ടാവേണ്ടതെന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം. അതേസമയം ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി രൂപതയും ഈ സിനിമ പ്രദർശിപ്പിക്കുവാൻ ഒരുങ്ങുന്നു. രൂപത KCVM നേതൃത്വത്തിലാണ് സിനിമയുടെ പ്രദർശനം വിവിധ സ്ഥലങ്ങളിൽ നടക്കുക. സംഘടിതമായ റിക്രൂട്ടുകളെ തുറന്നു കാണിക്കുകയാണ് ചിത്രം ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ചിത്രം വിശ്വാസി സമൂഹങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്നും KCVM പറഞ്ഞു. ചില ഹിഡൻ അജണ്ടകൾ ഈ സമൂഹത്തിൽ നടക്കുന്നു, അത് തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ചിത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും നിരോധിക്കുവാൻ പാടില്ല. അതേസമയം ദി കേരള സ്റ്റോറി തറ സിനിമയാണെന്ന് പറഞ്ഞ MV ഗോവിന്ദനെതിരെയും VD സതീശിനെതിരെയും ആഞ്ഞടിച്ച് പാലാ KCVM രംഗത്ത് വന്നു. കേന്ദ്ര സർക്കാരോ സെൻസർ ബോർഡോ നിരോധിക്കാത്ത ഒരു സിനിമ, ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴുമുള്ള സിനിമ 2023 പുറത്തിറങ്ങിയ ദി കേരള സ്റ്റോറി തങ്ങളുടെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ പ്രദർശിപ്പിക്കുമ്പോൾ അത് വിമർശിക്കുന്ന നേതാക്കന്മാർ മതേതര സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് KCVM ചോദിച്ചു. ക്രൈസ്തവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിശബ്ദത പാലിക്കുകയും പ്രതിരോധ സമയങ്ങളിൽ വേട്ടക്കാർക്കൊപ്പവും നിലകൊള്ളുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവണത പ്രീണന രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമായി കരുതേണ്ടി വരും. ദി കേരള സ്റ്റോറി തറ സിനിമയാണെന്ന് പ്രസ്താവിച്ച് ഗോവിന്ദനും പ്രദർശിപ്പിച്ചത് തെറ്റാണെന്ന് നിരീക്ഷിച്ച സതീശനും ഒരേ ഗൂഢലക്ഷ്യം. വിവേകമുള്ള കേരള ജനത കേരള സ്റ്റോറി റിയൽ സ്റ്റോറിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നേതാക്കന്മാരെ. പ്രണയക്കെണികളെ കുറിച്ച് ആദ്യ കാലഘട്ടത്തിൽ തന്റെ അജഗണത്തിന് മുന്നറിയിപ്പ് നൽകിയ അഭിവന്യ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ ബോധ്യത്തിൽ അടിയുറച്ച് ദി കേരള സ്റ്റോറി ചലച്ചിത്രം പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങളും അവർ അറിയിച്ചു.